നിർത്തടി പുന്നാര മോളെ. നിന്റെ 25-ലെ മൊബൈല് എന്റെ മുന്നിൽ നിന്നൊക്കെയാണ് നിന്റെ മൊബൈലും കുട്ടി മോന്റെയും കുട്ടി തെറ്റാത്ത മതിലുണ്ട് അവിടെ ഞാൻ ഒരക്കുന്നുണ്ട്. എടി നാണുണ്ടടി ഒരു പാവം മനുഷ്യനെ കൊന്നിട്ട് റീച്ച് മുമ്പുന്നു. നീ കൊന്നത് ആ പാവം മനുഷ്യനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കൂടിയാണ് നീ കൊന്നിരിക്കുന്നത്. ഇതിനൊക്കെ നിനക്ക് ഉള്ളത് കിട്ടും. ദൈവത്തിന്റെ കോടതി നിനക്ക് കിട്ടും. കർമ്മ ഈസ് എ ബൂമറാങ്. നിനക്കൊക്കെ റീച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോയി. ഇനി അദ്ദേഹത്തിന്റെ മക്കള് എന്ന് പറഞ്ഞൊരു വാക്ക് ഇത്ര കാത്തിരിക്കും. മുട്ടായി കൊണ്ട് അച്ഛൻ വരുമ്പോൾ ആ മക്കള് പറയാൻ വാക്കുകളില്ല. അച്ഛനില്ലാത്തതിന്റെ വേദന എനിക്കറിയും. നിന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് അറിയില്ല. നീ മനസ്സിലാക്കിക്കോ. നീ കൊന്നത് ആ പിഞ്ചു കുട്ടികൾ ഇനി എങ്ങനെ അച്ഛാന്ന് നോക്കി നിൽക്ക്. നിനക്കൊരു മനസ്സാക്ഷി, നിനക്കൊരു സ്ത്രീയാണ്. നിനക്കൊക്കെ വേണ്ട റീച്ചാ, ഒളുപ്പ് കെട്ടാൻ, മാനം കെട്ടാൻ. സ്ത്രീകൾക്ക് വരെ നീ ഇടാം. നിങ്ങൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ ജീവികളുടെ കൂട്ടത്തിൽ പോലും ഇടാൻ പറ്റില്ല. ഈ പേ പിടിച്ച നായ്ക്കളുണ്ടാകും, അവരെ കൂട്ടത്തിൽ പോലും ഇടാൻ പറ്റില്ല. പണ്ടെന്ന് പേ പിടിച്ച നായ്ക്കൾ കല്ലെടുത്ത് എറിയുക, അതേപോലെ നിന്നെ കയറിയാണ് ഏത് കൂട്ടത്തിലുണ്ടാകും. ഇവിടുന്ന് ഒരു പരിസരത്തിൽ ഒരു സ്ഥലത്ത് പോലും അടുപ്പിക്കരുത്. ഇവർക്കൊക്കെ വേണ്ട റീച്ചാണ്. ഇനി നമ്മളൊക്കെ നിന്നെപ്പോലുള്ള സ്ത്രീകളാണ്. നമ്മളൊക്കെ ഏത് ബസ്സിൽ കയറും മനുഷ്യന് വേണ്ടി ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കിട്ടട്ടെ, സ്വർഗം കിട്ടട്ടെ. നിനക്കുള്ളത് ദൈവം തന്നിരിക്കും. കാരണം ദൈവത്തിന്റെ കോടതിയിൽ നിനക്കുള്ള ശിക്ഷ ഇതിനും വലുതായിരിക്കും. നീ അനുഭവിക്കും. പുഴുത്ത് ചാവും. നീ ഓർത്തോ, അത് നീ ഓർത്തോ. നീ ആ പിഞ്ചു മക്കളെ ശാപം നീ ഏറ്റുവാങ്ങും. സത്യം പറഞ്ഞാൽ മനസ്സ് വേദനിച്ചു. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർമ്മ ഈസ് എ ബൂമറാങ്. ഓർത്ത് വെച്ചോ.